പക്ഷികളുടെ ദാഹമകറ്റാൻ തണ്ണീർക്കുടമൊരുക്കി കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് SNV UP സ്കൂളിലെ കുരുന്നുകൾ. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. രാജ്യാന്തര കുരുവി ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ തണ്ണീർക്കുടങ്ങൾ ഒരുക്കിയത്. അങ്ങനെയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അവർക്ക് തണൽ പോലും ഇല്ലാത്ത സമയമാണ് കേട്ടോ. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയുള്ള തണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായാണ് തുറയിൽക്കുന്ന് SNV UP സ്കൂളിൽ കുട്ടികൾ തണ്ണീർക്കുടങ്ങൾ ഒരുക്കിയത്. രാജ്യാന്തര കുരുവി ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ തണ്ണീർക്കുടങ്ങൾ ഒരുക്കിയത്. സ്കൂൾ മാനേജർ S. സിംലാൽ ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിശ്ര മുഖ്യാതിഥിയായി. സ്കൂൾ പ്രഥമാധ്യാപിക അനിതകുമാരി തണ്ണീർക്കുടങ്ങൾ ഏറ്റുവാങ്ങി. അധ്യാപകരായ ഷംസുദ്ദീൻ, ഷൈൻ ബാനർജി, കൗൺസിൽ പ്രതിനിധി അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. നമ്മുടെ അടുത്തുള്ള കിളികൾക്കും ചെറിയ അണ്ണാനൊക്കെ പറ്റുമോ? ഇല്ല. അപ്പോൾ ചൂട് കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടിയൊന്നും തൂക്കണ്ടായിരുന്നു. നമ്മൾ നല്ല നമ്മുടെ തറയെ വെച്ചാൽ മതി. അടിഭാഗത്ത് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് കിളിയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ മറിയത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോൾ അത് ആദ്യം വെള്ളം കുടിച്ചതിന് ബാക്കി ഉണ്ടാവും. ചിലപ്പോൾ കാക്കയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടിടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ചൂട് കാലം കഴിയുന്നത് വരെ നിങ്ങൾ ഇത് ചെയ്യുമോ? ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.